സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് പഴയകാല ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. 85 വയസ്സുള്ള ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് അയച്ചു തന്ന റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ആ സിസ്റ്റർ കാണാറുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ തന്നെ എഴുതിയ ഒരു പാചകക്കുറിപ്പുള്ളൊരു പുസ്തകം തന്നെ ഞങ്ങൾക്ക് അയച്ചു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അതിൽ നല്ലൊരു റെസിപ്പിയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഒരു മദ്രാസ് ബീഫ് കറി എന്നാണ് അതിനകത്ത് സിസ്റ്റർ എഴുതിയിരിക്കുന്നത്. ആ കറിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ സിസ്റ്ററിൻ്റെ കോൺവെൻറ്റുകളിലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ഞങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. അപ്പോൾ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചെറിയുള്ളി, മല്ലിപ്പൊടി, കുരുമുളക്, കടുക്, വെളുത്തുള്ളി, ജീരകം, കസ്കസ് അരച്ചത്, ഉപ്പ്. ഇനി കുറച്ച് പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ, തേങ്ങയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ചെറിയുള്ളി, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, ക്യാബേജ്, വാഴയ്ക്ക, കപ്ലങ്ങ, സവോള, ഇഞ്ചി, തേങ്ങ അരച്ചത്. ബീഫ് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് സാധനം നമുക്ക് അരച്ചെടുക്കണം. അതുപോലെ 2 കുടം വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു 50 ഗ്രാം ചെറിയുള്ളി. ഇതെല്ലാം നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ മൂപ്പിച്ച് ബീഫിൻ്റെ കൂടെ ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം. അതിന് മുമ്പായിട്ട് സവോളയും പച്ചമുളകും കൂടെ നമുക്ക് വഴറ്റാനുണ്ട്. നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട് നല്ലതുപോലെ. വെളിച്ചെണ്ണയും ചൂടായി. ഇനി നമുക്കതിനകത്തേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 1 കുടം ചെറിയുള്ളിയാണ്, ഒരു 50 ഗ്രാം ചെറിയുള്ളിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. നീളത്തിലരിഞ്ഞ 2 സവോള ഇട്ട് കൊടുക്കാം. കൂടുതൽ തന്നെ ഒരു 15 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം മസാലകളൊന്നും തന്നെ നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നില്ല. കൂടുതലും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ആ ടേസ്റ്റാണ്. മസാലപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ മല്ലിപ്പൊടി മാത്രം ഇതിൽ ചേർക്കും. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഗരം മസാല ഒന്നും ചേർക്കണില്ല. എന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ്. കുരുമുളകിൻ്റെ എരിവാണ് മുന്നോട്ട് നിൽക്കുന്നത്. നമ്മുടെ എരിവിന് അനുസരിച്ച് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് തന്നെ അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ് മതി, ധാരാളം. ഞങ്ങൾ അരച്ചത് കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് ഇല്ലെങ്കിൽ പൊടി ചേർത്തിട്ട് അരച്ചാലും മതി. ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ വെച്ച് ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കർ വെച്ചിട്ട് നമുക്ക് ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പും കൂടി നന്നായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നാല് വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ബീഫ് മുഴുവനായിട്ട് വേവരുത്, കാരണം നമുക്ക് പച്ചക്കറികൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വേവാനുള്ളത് നമുക്ക് ആ കൂട്ടത്തിൽ വെന്ത് കിട്ടും. നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് ഒരല്പം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് ഞങ്ങൾ ബീഫ് വേവിച്ചത്. നമുക്കത് പച്ചക്കറികളും കൂടെ വേവെന്ത് എടുക്കണമല്ലോ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയ ശേഷം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ആ ക്യാരറ്റ് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ട്. ആ ക്യാരറ്റിന് ഇച്ചിരി വേവുള്ളത് കൊണ്ട് നമ്മളത് ആദ്യം ഒരു തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം മറ്റു പച്ചക്കറികളോട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങോ ഒക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ല. സാധാരണ എല്ലാവരും ബീഫിലും ചിക്കനിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചെടുക്കുന്നതാണ്. ഒരു ഏത്തവാഴക്കയുടെ പകുതി അവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് കുറച്ച് കപ്ലങ്ങ അരിഞ്ഞതുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ബീൻസ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ചെറുതീയിൽ വേവിച്ചെടുക്കാം.
നമുക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ക്യാബേജ് നമ്മൾ അവസാനമാണ് പെട്ടെന്ന് വേവുന്നതുകൊണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് സമയമൊന്നും ഇല്ലെങ്കിൽ എന്നാ ചെയ്യുക, എല്ലാ പച്ചക്കറികളും കൂടെ ഒന്നിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നല്ലൊരു ടേസ്റ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വെജിറ്റബിളാണ് നമ്മൾ കൂടുതൽ ഇട്ട് ചേർക്കുന്നത്. അപ്പം ബീഫിനേക്കാളും വെജിറ്റബിളും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി എരിവ് കുറവുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ് നോക്കാം. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ വീട്ടിൽ ചട്ടി ഉള്ളതെങ്കിൽ ചട്ടിയിലിടുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചട്ടിയിൽ ഉള്ളവരാണെങ്കിൽ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫും കൂടുതലിട്ട പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങയാണ് ഞങ്ങളിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമുക്കതും കൂടി ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കസ്കസ്, അത് നന്നായിട്ട് കുതിർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടി ഈ തേങ്ങ അരച്ചതിൻ്റെ കൂടത്തിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇന്നാളുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാന്ന് തോന്നുന്നില്ലേ? കറിയൊക്കെ നന്നായിട്ട് ഗ്രേവി ആയി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ തേങ്ങ ചേർത്തത് കൊണ്ട് ഒത്തിരി തിളയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു മണമൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ. നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്നേക്കാൾ നല്ലൊരു ടേസ്റ്റാണ്. ഞങ്ങൾക്ക് തോന്നുന്നു തമിഴ്നാട് മദ്രാസ് ആ ഭാഗത്തൊക്കെ വെക്കുന്ന ഒരു കറിയാണെന്നാണ് സിസ്റ്ററിൻ്റെ റെസിപ്പി അനുസരിച്ച് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ഈ ബീഫ് കറി ഒന്നും ഇങ്ങനെ വെജിറ്റബിൾ ഒന്നും ഇട്ട് നമ്മുടെ വീടുകളിലൊന്നും വെക്കാറില്ല. അപ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് കറിയാണ്. മദ്രാസ് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കൂട്ടി കഴിക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മളിങ്ങനെ പച്ചക്കറികളൊന്നും ഇട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് അല്ല, അതിനേക്കാളേറെ വളരെ നല്ല ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിരിക്കുക. ബൈ ബൈ.